കാലം തെറ്റാതെ ഈ വർഷവും ഹരീഷിന്റെ തോട്ടത്തിലേക്ക് പൂമ്പാറ്റകൾ പറന്നെത്തി. യുവ കർഷകനും കാസർഗോഡ് AR ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥനുമായ കോളംകുളത്തെ ഹരീഷിന്റെ വീട്ടുമുറ്റത്തെ പൂന്തോട്ടത്തിലാണ് പൂമ്പാറ്റകൾ കൂട്ടത്തോടെ പറന്ന് തേൻ കുടിക്കാനെത്തിയത്. കാലം തെറ്റിക്കാതെ ദേശാടനം ചെയ്ത് കരിനീലക്കടുവ ഇനത്തിൽപ്പെട്ട നാടൻ കിലുക്കാൻപെട്ടി വർഗ്ഗത്തിൽപ്പെടുന്നതാണ് ഈ പൂമ്പാറ്റകൾ. സമയം കൃത്യമായി മനസ്സിലാക്കി വരികയും ചെടിയുടെ ഇലയുടെ നീര് കുടിച്ചു തീർക്കുന്നതോടെ പൂമ്പാറ്റകൾ അടുത്ത ഇടം തേടി പോവുകയാണ് പതിവ്. നിലവിൽ കാസർഗോഡ് ജില്ലയിലെ ഒട്ടനവധി സസ്യങ്ങളുടെ വിത്തുകൾ സംരക്ഷിക്കുന്ന മണ്ണിന്റെ കാവലാൾ കൂട്ടായ്മയ്ക്ക് നേതൃത്വം വഹിക്കുന്ന ഹരീഷ് ജില്ലയ്ക്ക് പുറത്തും ഒട്ടനവധി ആളുകൾക്ക് വിത്തുകൾ കൈമാറിയിട്ടുണ്ട്. ആൺവർഗത്തിൽപ്പെട്ട ചെടികളിലെ ഇലകളിലെ തേൻ മാത്രമേ ഈ പൂമ്പാറ്റകൾ കുടിക്കാറുള്ളൂ. പൂമ്പാറ്റകളുടെ വരവിനായി 6 മാസം മുമ്പ് ഹരീഷ് വിത്തിട്ട് മുളപ്പിച്ച് ചെടികളെ വലുതായി വളർത്തിയെടുക്കും. ചെടികളിൽ പൂവിടുന്നുണ്ടെങ്കിലും പൂമ്പാറ്റകൾ തേനൂറും സ്വാദുള്ള ഇലകളിലെ നീരാണ് കുടിക്കുന്നത്. നിലവിൽ കോളംകുളത്തെ ഹരീഷിന്റെ വൃന്ദാവനം ഹൗസിൽ പോയാൽ 100 കണക്കിന് പൂമ്പാറ്റകളെ കാണാം. ഇവിടെ ഒരു പൂമ്പാറ്റയുടെ ഒരു ലോകം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അങ്ങനെ ഒരു പൂമ്പാറ്റനെ സംരക്ഷിക്കണമെന്ന നിലയിലേക്ക് എൻ്റെ മനസ്സിൽ ചിന്ത വന്നത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ചുറ്റുപാടിൽ പഴയ കാലത്ത് ഈ ചിത്രശലഭങ്ങൾക്ക് പാറി നടക്കാനും അതിൻ്റെ പുതിയ തലമുറ ഉണ്ടാക്കാനും ഇഷ്ടംപോലെ പൂമ്പൊടി തിന്നാനുള്ള ഇഷ്ടംപോലെ പൂക്കളും ചെടികളും ഉണ്ടായിനി. നമ്മളെ ഒരു മാറിയ കാലത്ത് ഈ സാധനങ്ങളെല്ലാം നശിച്ച് പരമ്പരാഗതമായിട്ടുള്ള പൂക്കളെല്ലാം നശിച്ചു. പിന്നെ നമ്മുടെ ഉദ്യാനത്തിലേക്ക് വരുന്ന പൂച്ചെടികളൊക്കെ ശരിക്കും പറഞ്ഞാൽ പൂമ്പാറ്റകൾക്ക് അനുയോജ്യമല്ലാത്ത രീതിയിലുള്ള സാധനങ്ങളുമായി മാറുമ്പോൾ ഈ വംശം അറ്റുപോകുന്ന രീതിയിലുണ്ടായിനി. അങ്ങനെ ഒരു 5 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മളെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചെടീനെ കുറിച്ചിട്ട് അറിയുന്നത്. പെരിയങ്ങാനത്ത് നമ്മളൊരു റിലേറ്റീവിൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു ചെടി ഉണ്ട് എന്ന് മാത്രമേ അറിയൂ. അതിന് കുറേ പൂമ്പാറ്റകളും വരുന്നു എന്നിട്ട് അറിഞ്ഞു. അങ്ങനെ ഒരു വിത്ത് കൊണ്ടുവന്ന് ശരിക്കും എൻ്റെ ബ്രദറാണ് ഫസ്റ്റ് ആർമിയിലാണ് എൻ്റെ ബ്രദർ. അപ്പോൾ അവനാണ് ആദ്യം ഈ ചെടീനെ കുറിച്ച് കൊണ്ടുവന്നത്. പക്ഷേ ഈ ചെടി നട്ട് ആദ്യത്തെ വർഷം പൂ പിടിച്ച ശേഷം ഭയങ്കരമായിട്ട് ഏകദേശം അന്നൊരു 10-100 ഉള്ളിൽ പൂമ്പാറ്റകളെ വന്നിട്ടുണ്ടായിരിക്കും. ആ വന്ന സമയത്ത് അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഈ ഒരു നീലക്കടുവ എന്ന ഇനത്തിൽപ്പെട്ട നമ്മളെ ഒരു നാടൻ പൂമ്പാറ്റയാണ് നീലക്കടുവ. അത് ശരിക്കും ഇതിൻ്റെ ഈ ഇലയിൽ നിന്ന് നീര് കുടിച്ചിട്ട് അതിൽ നിന്ന് ജീവിക്കുന്ന ഒരു ചിത്രശലഭത്തിനത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഇത് എത്ര ദൂരത്തുനിന്നാണ് ദേശാടനം ചെയ്തുകൊണ്ട് ഈ ചെടിയുടെ അടുത്തേക്ക് വന്ന് ഇതിൻ്റെ നീര് കുടിച്ച് അതിൻ്റെ തലമുറ ഉണ്ടാക്കി ഒരു ചെറിയൊരു കാലയളവ് കൊണ്ട് ആ ചെടിയും പൂമ്പാറ്റകളും നശിച്ച് അതിൻ്റെ തലമുറയിലേക്ക് വഴിമാറി കൊടുക്കുന്നൊരു സംഭവമാണില്ല. അങ്ങനെ ഈ ചെടീനെ സംരക്ഷിച്ചുകൊണ്ട് അതായത് ഈ ചെടി ഇല്ലാത്തൊരു കാലം വന്നു കഴിഞ്ഞാൽ ഈ പൂമ്പാറ്റകൾ നീലക്കടുവ എന്ന് പറഞ്ഞ് പൂമ്പാറ്റകളും നമ്മളെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ നിലവിൽ 5 വർഷമായിട്ട് ഇതിൻ്റെ ചെടി സംരക്ഷിച്ച് ഓരോ വർഷവും നട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ചെടികളുടെ വിത്തുകൾ നമ്മളൊരു മണ്ണിൻ്റെ കാവലാൾ എന്ന് പറഞ്ഞൊരു കർഷക കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് പല ആൾക്കാർക്കും കൊടുത്തിട്ടുണ്ട്. കുറേ ആൾക്കാർ അത് സംരക്ഷിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ചെടി എൻ്റെ വീട്ടിൽ ഞാൻ 5 വർഷം റാറ്റിൽ വീട് എന്ന് പറഞ്ഞ ഒരു ഇനത്തിൽപ്പെട്ട അതായത് നമ്മൾ കിലുക്കാൻപെട്ടി എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഈ പൂമ്പാറ്റ ചെടിയെന്ന് നമ്മൾ പരമ്പരാഗതമായിട്ട് പറഞ്ഞു വരുന്ന ഈ ചെടി. അപ്പോൾ ഈ 5 വർഷമായിട്ട് ഞാൻ സംരക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ടൈം അതായത് ഒക്ടോബർ, നവംബർ, ഡിസംബറിൻ്റെ ഫസ്റ്റോട് കൂടി ഈ ചെടി നശിച്ചു പോകും. ആ ഒരു ടൈമിന് എത്രയോ പൂമ്പാറ്റകൾ 200-300 ഇന്നിപ്പോൾ ഒരു മഴയെല്ലാം ആയതുകൊണ്ട് കുറച്ച് കുറവാണ്. കാലാവസ്ഥ മാറിയുണ്ട്. നല്ല വെയിലുള്ള ടൈമാണെങ്കിൽ 300-ലധികം പൂമ്പാറ്റകൾ ഉണ്ടാകുന്ന ദിവസമുണ്ട്. കാണാനുള്ള ഇഷ്ടംപോലെ ആൾക്കാരും വരുന്നുണ്ട്. കുട്ടികൾ അവർക്കെല്ലാം ഒരു കൗതുകമാണ് ഇത് കാണുന്നത്. അതേപോലെ സംരക്ഷിച്ചു പോകുന്നത് അത് കൂട്ടമായിട്ട് വരുന്നത്. ആദ്യത്തെ ദിവസം ചെടി കുറച്ച് വളർന്നൊരു ഏകദേശം ഒരു 1.5 മാസം കാലം വരെ ഒരു പൂമ്പാറ്റയും വരുന്നുമില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൻ്റെ നീര് കുടിച്ചിട്ടാണ് വരുന്നത്. അതിൽ തന്നെ അതിൻ്റെ പ്യൂമകളും ഉണ്ടായിട്ട് അതിനെ നമ്മൾ പുഴുക്കളുണ്ടാക്കി അത് പൂമ്പാറ്റകളായിട്ട് അവിടെ നിന്ന് തന്നെ പുതിയതായിട്ട് മാറുന്ന ഈ ഒരു ചെടിയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ശരിക്കും പറഞ്ഞ ഒരു ജീവലോകം തന്നെ ഈ ഒരു ചെടിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, ചിത്രശലഭത്തിൻ്റെ. അപ്പോൾ അതിനത് സംരക്ഷിച്ചുകൊണ്ട് ഞാൻ പോകുന്നുണ്ട്. ഇപ്പോൾ റാറ്റിൽ വീഡ് എന്ന് പറഞ്ഞ ഈ ചെടി നശിക്കാതെ കൊണ്ടുപോകേണ്ട നമ്മളൊരു നാടിൻ്റെ അതായത് നമ്മളെ പ്രകൃതിയെ സംരക്ഷിച്ച് ഈ കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സംഭവമാണ് ഇതും. അപ്പോൾ ഈ റാറ്റിൽ വീഡ് ചെടി അതിൻ്റെ വിത്ത് ആണ് ശരിക്കും അടുത്ത പുതിയ ചെടിയായിട്ട് വരുന്നത്. ഒരു പെൺചെടികൾക്കാണ് ഇത് ഉണ്ടാവുന്നത്. ഈ പെൺചെടികൾ ആൺചെടികളിൽ പൂവ് ഉണ്ടാവില്ല. അപ്പോൾ ഈ പെൺചെടികൾക്ക് പൂവുണ്ടാവും. ആ പെൺചെടിയുടെ പൂവ് പൂമ്പാറ്റ അധികം നുകരാറില്ല. അതൊരു ചെറിയ കുറ്റിച്ചെടിയാണ്. ഇതിൻ്റെ ഈ ചെടികളിൽ നിന്ന് ഈ ആൺചെടിയുടെ നീര് ഉറക്കും. നീര് കുടിച്ചിട്ടാണ് ഈ പൂമ്പാറ്റ പോകുന്നത്. അതിലൊരു കിലുക്കാൻപെട്ടിയിൽ പഴയ കുരു പോലത്തെ ഒരു ചെറിയൊരു കുരുവുണ്ട്, ഒരു വിത്ത്. ആ വിത്ത് എടുത്തു വെച്ചാൽ അടുത്ത വർഷത്തേക്കാവും. അത് പൊട്ടിത്തെറിച്ചിട്ടും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നമ്മളത് കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കുന്നത്, നശിച്ചു പോയെങ്കിലോ എന്ന് വെച്ചിട്ട്.